ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പാർവതി പ്രഭാവതിയോട് പറയുകയാണ്, 3 ദിവസം അതിനുള്ളിൽ ഞാൻ നിങ്ങളെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കിയിരിക്കും. നിങ്ങളെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചോ. അത്രയും പറഞ്ഞുകൊണ്ട് പാറു അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് പ്രഭാവതി. പിന്നീട് കാണിക്കുന്നത് വിശാലിന് ചായ കൊണ്ടു കൊടുക്കുന്ന പാറുവിനെയാണ്. വിശാൽ സാർ, സാറിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ ചോദിക്കാൻ വിശാൽ പറയുമ്പോൾ പാറു ചോദിക്കുകയാണ്, ഞാൻ സാറിനോട് ഒരു വലിയ തെറ്റ് ചെയ്താൽ സാറിന് എന്നോട് ക്ഷമിക്കാൻ സാധിക്കുമോ? ഇത് കേൾക്കുന്ന വിശാൽ പറയുകയാണ്, താൻ എന്ത് തെറ്റ് ചെയ്താലും എനിക്ക് തന്നോട് ക്ഷമിക്കാൻ സാധിക്കും. എന്തെന്നാൽ എൻ്റെ ജീവന്റെ ജീവനാണ് താൻ. ഞാൻ എൻ്റെ ജീവനേക്കാളേറെ തന്നെ സ്നേഹിക്കുന്നു. ഇത് കേൾക്കുന്ന പാറു ചോദിക്കുകയാണ്, അപ്പോൾ പ്രഭാവതി അമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്താലോ? അമ്മ തെറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും ഉണ്ടാകാനേ പോകുന്നില്ല. അമ്മ എന്നോട് കാണിക്കുന്ന സ്നേഹമെല്ലാം കള്ളത്തരമാണെന്ന് എനിക്ക് തോന്നിയാൽ പിന്നെ ഞാൻ ആകെ തകർന്നു പോകും. ഞാൻ എന്തിനാ എഴുതപ്പുറം വായിക്കുന്നത്? അങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്ന് വിശാൽ പറയുമ്പോൾ പാറു അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. തുടർന്ന് പ്രഭാവതി പാറുവിൻ്റെ അടുത്ത് നിന്ന് പറയുകയാണ്, വിശാലിൻ്റെ മനസ്സറിയാൻ നീ ചെയ്ത തന്ത്രമൊക്കെ ഞാൻ കണ്ടിരുന്നു. ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം പാർവതി, നീ എത്ര കിണഞ്ഞ് ശ്രമിച്ചാലും വിശാലിന് എന്നോടുള്ള മനോഭാവത്തെ മാറ്റിമറിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല. അത്രയ്ക്കാണ് ഞാൻ അവനിൽ സ്വാധീനം ചെലുത്തിയിരിക്കുന്നത്. നീ വിചാരിച്ചാലൊന്നും അതൊന്നും മാറ്റാൻ പറ്റില്ല. വേണമെങ്കിൽ നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഇതെന്റെ ഒരു വെല്ലുവിളിയായി തന്നെ നീ കൂട്ടിക്കൊള്ളാൻ പറഞ്ഞ് പ്രഭാവതി അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് പാർവതി. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയാണ്. പ്രഭാവതി മനസ്സിൽ പറയുകയാണ്, എത്ര എളുപ്പത്തിലാ അവള് പ്രതാപിനെയും ജാസ്മിനെയും ഇവിടുന്ന് പുറത്താക്കിയത്. എന്തുമാത്രം ബുദ്ധിപരമായ നീക്കങ്ങളാ അവൾ നടത്തിയത്. അവരെ എളുപ്പത്തിൽ പുറത്താക്കാമെങ്കിൽ അവൾക്ക് എന്നെ പുറത്താക്കാനും അധികം സമയം വേണ്ടി വരില്ല. ഇതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ എനിക്ക് ഒരു വലിയ ബ്രഹ്മാസ്ത്രം തന്നെ ഉണ്ടാക്കേണ്ടതായി വരും. അതിനിപ്പോ എന്താ ചെയ്യുക എന്നാലോചിച്ചുകൊണ്ട് പ്രഭാവതി പ്രതാപനെ വിളിക്കുകയാണ്. എന്തായി ചേച്ചി, ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, എടാ ഇവിടുന്ന് ഞാനെപ്പോൾ ഇറങ്ങേണ്ടി വരുമെന്നാ ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. എടാ, അവൾക്ക് നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. അവൾ എനിക്ക് പറഞ്ഞിരിക്കുന്ന കാലാവധി 3 ദിവസമാണ്. അതിൻ്റെ ഉള്ളിൽ എന്നെ ഇവിടുന്ന് പുറത്താക്കുമെന്നാ അവൾ പറഞ്ഞിരിക്കുന്നത്. ഇത് കേൾക്കുന്ന പ്രതാപം പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ചേച്ചിക്ക് അവിടുന്ന് ഇറങ്ങാതെ ഒരു നിവൃത്തിയും ഉണ്ടാകില്ല. പ്രഭാവതിയെ ഇറക്കണമെങ്കിലേ പ്രഭാവതി മരിക്കണം, അല്ലാതെ പ്രഭാവതിക്ക് ഇവിടുന്ന് ഒരു ഇറക്കമേ ഇല്ല. എടാ, അവളുടെ പ്ലാനെല്ലാം തട്ടിമറിക്കണമെങ്കിലേ നമ്മൾ അതിലും വലിയൊരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കണം. എന്തെങ്കിലും പ്ലാൻ ചേച്ചിയുടെ മനസ്സിലുണ്ടോ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ ഉണ്ടെന്നും നീ അത് നടപ്പിലാക്കണമെന്നും പ്രഭാവതി പറയുന്നു. എന്നിട്ട് തൻ്റെ പ്ലാൻ പ്രതാപന് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതി വിശാലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. എൻ്റെ മനസ്സിൽ ഒരു വലിയ വിഷമം, അത് നിന്നോട് പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. എന്താ അമ്മേ, എന്താ കാര്യമെന്ന് വിശാൽ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, ഒരു പ്രശ്നമുണ്ട് മോനെ. മോനെ, എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വത്തൊന്നും ഇപ്പോൾ എൻ്റെ പേരിലല്ലല്ലോ. അതെല്ലാം പാർവതിയുടെ പേർക്ക് എഴുതി കൊടുത്തില്ലേ. എന്താ അമ്മേ, അതാണോ പ്രശ്നമെന്ന് വിശാൽ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, ഞാനൊന്ന് പറയട്ടെ. ഈ സ്വത്തുക്കളെല്ലാം പാർവതിക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ തൊഴിലാളികളിൽ കുറച്ചു പേർക്ക് ഞാനത് ദാനമായി കൊടുത്തിരുന്നു. അവര് അന്നു മുതൽ അവിടെ താമസിക്കുകയും കൃഷി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് ആ സ്ഥലം എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞ് അവര് എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. പാർവതിയുടെ പേരിലുള്ള വസ്തുക്കള് ഞാനെങ്ങനെയാ അവർക്ക് എഴുതി കൊടുക്കുന്നത്? ഞാൻ എന്തു ചെയ്യാനാ മോനെ? ഇതിപ്പോ വലിയ മനപ്രയാസവും തലവേദനയും ഒക്കെയായി മാറിയിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കാണണമെന്ന് പ്രഭാവതി പറയുന്നു. തുടർന്ന് പ്രഭാവതി പറയുകയാണ്, ഇതിന് ഒരു പരിഹാരം മാത്രമേയുള്ളൂ. ഞാൻ അവർക്ക് ദാനമായി കൊടുത്ത വസ്തുക്കള് പാർവതി അവരുടെ പേർക്ക് എഴുതി കൊടുത്താൽ മതി. പക്ഷേ പാർവതി അതിന് സമ്മതിക്കണം. അവൾ അതിന് തയ്യാറാവുകയും വേണം. അമ്മ വിഷമിക്കേണ്ട, പാർവതിയോട് പറഞ്ഞ് ഞാൻ ഈ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാം. പാർവതിയുടെ പേരിലുള്ള സ്വത്തുക്കൾ വേണമെങ്കിൽ അമ്മയുടെ പേരിൽ എഴുതി വെക്കാമെന്ന് വിശാല് പറയുന്നു. ഇത് കേൾക്കുന്ന പ്രഭാവതിക്ക് സന്തോഷമാവുകയാണ്. എടാ, ഇത് നീ മാത്രം പറഞ്ഞാൽ പോരല്ലോ, പാർവതിയും കൂടി സമ്മതിക്കണ്ടേ? അതിനെക്കുറിച്ചൊന്നും അമ്മ ആലോചിച്ച് ടെൻഷനാകേണ്ട. ഞാൻ ഒപ്പിടാൻ പറഞ്ഞാൽ പാർവതി ഒപ്പിടും. പാർവതി സമ്മതിച്ചാൽ അച്ഛനും സമ്മതിക്കും. അച്ഛന്റെ അനുവാദം ഞാൻ വാങ്ങിക്കോളാം. അല്ലെങ്കിൽ വേണ്ട മോനെ വിശാൽ, ഇതെല്ലാം പാർവതിയുടെ പേരിൽ തന്നെ ഇരിക്കട്ടെ. നീ ആ ഭൂമി അവർക്ക് കൊടുക്കുന്ന കാര്യം പാർവതിയോട് പറഞ്ഞാൽ മതിയെന്ന് പ്രഭാവതി പറയുമ്പോൾ വിശാൽ പറയുകയാണ്, അമ്മ വിഷമിക്കാതെ, അമ്മയുടെ പേരിലേക്ക് എത്രയും പെട്ടെന്ന് സ്വത്തുക്കളെല്ലാം രജിസ്റ്റർ ചെയ്യാം. അത്രയും പറഞ്ഞുകൊണ്ട് വിശാൽ പോകുമ്പോൾ തൻ്റെ പ്ലാൻ വിജയിച്ചതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ് പ്രഭാവതി. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതി പാറുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. പ്രതാപനെയും ജാസ്മിനെയും ഇവിടെ നിന്ന് ഇറക്കിക്കഴിഞ്ഞാൽ എന്നെ അത്ര പെട്ടെന്ന് അസ്തമിപ്പിക്കാം എന്ന് നീ കരുതിയോ? എന്നാലേ അതൊന്നും നടക്കാനേ പോകുന്നില്ലെന്ന് പ്രഭാവതി പറയുമ്പോൾ പാറു പറയുകയാണ്, ഉദയനുരമ്മയും ഗായത്രിയമ്മയും എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം
എന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ കുടുംബത്തിൽ നിന്ന് ഞാനല്ല പടിയിറങ്ങാൻ പോകുന്നത്, നീയും നിന്റെ അനിയത്തിയുമാ. നിനക്കെതിരെ പുതിയൊരു ബ്രഹ്മാസ്ത്രം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിന്നെ തടുക്കാൻ സാധിക്കുമെങ്കിൽ നീ തടുത്തോളാൻ പറഞ്ഞ് പ്രഭാവതി അവിടെ നിന്ന് പോകുമ്പോ പരിഭ്രാന്തിയോടെ നിൽക്കുകയാണ് പാർവതി. പ്രഭാവതി അമ്മ പറഞ്ഞതിന്റെ അർത്ഥമെന്താ? അവരെന്തോ ചതി ഒരുക്കിയിട്ടുണ്ടെന്നല്ലേ എന്ന് പാറു മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാലിനുള്ള ചായയുമായി മുറിയിലേക്ക് ചെല്ലുന്ന പാറുവിനെയാണ്. അതേസമയം വിശാല് വക്കീലിനെ വിളിക്കുകയാണ്. വക്കീൽ സാറ് പെട്ടെന്ന് ഇവിടെ ഒന്ന് എത്തണം. പാർവതിയുടെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും പ്രഭാവതിയമ്മയുടെ പേരിലേക്ക് മാറ്റണമെന്ന് വിശാല് പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പാറു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.